ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് റെസിപ്പി നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക, ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഈ ഒരു സാലഡ് എങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. ഈ ഒരു സാലഡിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുക്കുംബറാണ്. കുക്കുംബറും പിന്നെ ക്യാരറ്റ് അതുപോലെ തന്നെ ക്യാബേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു സാലഡിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു കുക്കുംബറും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ ഇതാ ഇതുപോലെ ഇങ്ങനെ പീൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ പീൽ ചെയ്തെടുക്കുമ്പോഴാണ് ഈ ഒരു സാലഡിന് ആ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക, ഇങ്ങനെ പീൽ ചെയ്തെടുക്കുക തന്നെ ചെയ്തെടുക്കണേ. സാധാരണ കട്ട് ചെയ്തെടുക്കുക ഒന്നും ചെയ്യാതെ ഇതുപോലെ പീൽ ചെയ്തെടുക്കണം. ക്യാരറ്റും അതുപോലെ തന്നെ കുക്കുംബറാണ് ഞാനിവിടെ ഇതുപോലെ ഒന്ന് പീൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്യാബേജ് ഞാനിവിടെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഒരു കുക്കുംബറാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കുക്കുംബർ എടുക്കുമ്പോൾ തൊലി ഫുള്ളായിട്ട് കളഞ്ഞെടുക്കണ്ട, അതിൻ്റെ ചെറുതായിട്ടൊക്കെ ഒന്ന് കളഞ്ഞെടുത്താൽ മതി. ഇനി അല്ലാന്നുണ്ടെങ്കിൽ തൊലി കളഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. തൊലിയോട് കൂടി തന്നെ ഇങ്ങനെ പീൽ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് തൊലിയോട് കൂടെ തന്നെ പീൽ ചെയ്തെടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ക്യാരറ്റും കുക്കുംബറൊക്കെ ഇതുപോലെ അങ്ങ് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ക്യാബേജ് ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാബേജ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ ക്യാബേജും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ക്യാബേജും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് തൈരാണ്. നല്ല കട്ടിയുള്ള തൈര് വേണം കേട്ടോ. കട്ടത്തൈര് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് കേട്ടോ. നമ്മൾ ഈ ഒരു സാലഡ് മാത്രമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം പുളിയില്ലാത്ത തൈര് തന്നെ ആയിരിക്കും നല്ലത്. ഇനി ഇതാ അതിലേക്ക് ഞാനിവിടെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കേട്ടോ. കുരുമുളക് പൊടിയൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം മതിയാകും. അപ്പോൾ കുരുമുളക് പൊടിയും ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് അതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ തൈര് ഒരുപാട് ചേർത്ത് കൊടുക്കല്ലേ, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് കട്ട തൈര് ആയതുകൊണ്ട് ആദ്യം നിങ്ങൾക്ക് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് നല്ല ക്രീമി ടെക്സ്റ്റ് ആയതിനു ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ഇതുപോലെ നല്ല തൈര് നല്ലോണം ഉടച്ചെടുക്ക് നല്ലൊരു ക്രീമി ടെക്സ്ചർ ആക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഇപ്പോൾ ഈ ഒരു സാലഡ് കട്ട് ചെയ്ത് വെച്ച പീൽ ചെയ്ത് വെച്ച ഒരു സാലഡ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുത്താലും മതി കേട്ടോ. അപ്പോൾ അതാ ഇതിലേക്ക് ഞാൻ വീണ്ടും കുറച്ചും കൂടി തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് തൈര് വേണമെന്നില്ല, അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. തൈര് കൂടുതലായിട്ട് വേണോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വെജിറ്റബിൾസ് കൂടുതലായിട്ട് വേണമെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മളിത് മാത്രം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തൈര് കുറച്ച് കുറക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. വേറെ വല്ല ചപ്പാത്തിയോ കാര്യങ്ങൾ അതിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തൈര് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ സാലഡ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതുപോലെ തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. നമ്മൾ സാധാരണ കട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നതിനെക്കാട്ടിലും ഒന്നുകൂടി നല്ലതും നല്ല ടേസ്റ്റുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഇതുപോലെ പീൽ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസിയായ റെസിപ്പീസിനൊക്കെ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഉള്ള ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്